ചില മാധ്യമങ്ങളൊക്കെ തെറ്റിദ്ധാരണജനകമായി അവിടെ ആളില്ലായിരുന്നു പറഞ്ഞല്ലോ. ആ ഓഡിറ്റോറിയം നിറഞ്ഞു കവിഞ്ഞ് പുറത്തുൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. ചില മാധ്യമങ്ങൾ നന്നായി തന്നെ ആ പങ്കെടുത്ത ആളുകളുടെ എണ്ണത്തിനനുസരിച്ചുള്ള പ്രചരണവും വാർത്തയും നൽകി. ചില മാധ്യമങ്ങൾ അത് ബോധപൂർവമായി തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ നടത്തി. അവിടെ ഗവൺമെൻറ് അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ഉദ്ദേശിച്ച 3000 അയ്യപ്പ ഭക്തന്മാരുടെ പ്രതിനിധികളെയാണ്. ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ പറഞ്ഞു 4500 മുകളിൽ പ്രതിനിധികൾ അവിടെ എത്തി. അപ്പോൾ അത്രയും ആളുകളെത്തി. അവിടെ ആവശ്യമായ ചർച്ച നടത്തി. ഇന്നിപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് വീണ്ടും തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം നടക്കും. എന്താണ്? സർക്കാർ വലിയൊരു പദ്ധതിക്ക് അനുവാദം കൊടുത്തിരിക്കുകയാണ്. എന്താണ് UDF ഗവൺമെൻറ് കാലത്തെ അനുവാദം കൊടുക്കാഞ്ഞത്? ബഹുമാനായ ഉമ്മൻചാണ്ടി സാർ 5 വർഷം കേരളത്തിൽ ഭരിക്കുമ്പോൾ ശബരിമലയ്ക്ക് എത്ര സഹായം ചെയ്തു എന്ന് UDF പറയണ്ടേ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ശബരിമലയിൽ പമ്പയിൽ നടത്തിയ പ്രസംഗത്തിൽ അക്കമിട്ട് ഈ 9 വർഷക്കാലം ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയും വളർച്ചയ്ക്ക് വേണ്ടിയും നൽകിയ സഹായം, ഗവൺമെൻറ് കൊടുത്ത സഹായം ഇവിടെ നടന്ന് പറഞ്ഞിരുന്നത് ശബരിമലയിലെ പണം സർക്കാർ വാങ്ങിക്കുന്നുണ്ട്. അത് അങ്ങേയറ്റം തെറ്റാണെന്ന് സമർത്ഥിച്ചുകൊണ്ടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കണക്കോടെ അവതരിപ്പിച്ചത്. എന്താണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെ ഞാൻ ഈ കാര്യത്തിൽ വെല്ലുവിളിക്കുന്നു. നിങ്ങളുടെ 5 വർഷം എത്ര കൊടുത്തു? നിങ്ങൾ ശബരിമലയെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? നിങ്ങൾ ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ അംഗീകരിച്ചോ? നോക്കൂ, പമ്പയിലേക്ക് പോകുന്ന ശബരിമലയുടെ റോഡുകൾ ഏതെങ്കിലും ഒരെണ്ണം UDF ഗവൺമെൻറ് കാലത്ത് സഞ്ചാരയോഗ്യമായിരുന്നു? ചെങ്ങന്നൂർ, ഞാൻ MLA ആയ ചെങ്ങന്നൂരാണ് ശബരിമല ഇടത്താവളം. ചെങ്ങന്നൂർ വന്നിട്ടാണ് 10,000 കണക്കിന് ഭക്തജനങ്ങൾ ശബരിമലയ്ക്ക് പോകുന്നത്. ഞങ്ങളുടെ കഴിഞ്ഞ 9 വർഷക്കാലം ശബരിമല ഭക്തജനങ്ങളുടെ ആവശ്യത്തിനുള്ള സൗകര്യങ്ങൾ ഞങ്ങൾ ഏർപ്പെടുത്തിയതും അതിന് മുമ്പുള്ള 5 വർഷത്തെ ഒന്ന് പരിശോധിക്കുക. ഞങ്ങളവിടെ 10 കോടി രൂപയ്ക്ക് ഇപ്പോൾ ഇടത്താവളം പണിയുന്നു. സംസ്ഥാന ഗവൺമെൻറ് പൂർണ്ണമായ ചെലവിലാണ്. കേരളത്തിലെ 10-12 കേന്ദ്രങ്ങളിൽ പണിയാണ്. എൻ്റെ അവിടെ പണി തീരാറായി, ഉദ്ഘാടനത്തിലേക്ക് എത്താൻ പോകുന്നു. ആയിരക്കണക്കിന് ഭക്തർക്ക് അവിടെ വിധി വെക്കാനുള്ള സൗകര്യം ചെങ്ങന്നൂർ ഞങ്ങൾ ഏർപ്പെടുത്തി. അതിനുള്ള കെട്ടിട നിർമ്മാണം പൂർത്തീകരണ ഘട്ടത്തിലെത്തി. UDF കാലത്ത് എന്തെങ്കിലും ചെയ്തോ? നിങ്ങൾ ഏതെങ്കിലും ഒരു നല്ല റോഡുണ്ടാക്കുക. നിങ്ങൾ ചെങ്ങന്നൂർ ഇടത്താവളം ക്ഷേത്രം, മഹാദേവ ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രമാണല്ലോ. ആ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ കിടക്കുന്ന ഒരു റോഡ് സഞ്ചരിക്കാൻ കൊള്ളാമായിരുന്നു. ഇന്ന് നിങ്ങൾ പോയി നോക്കൂ, മുഴുവൻ റോഡും അന്താരാഷ്ട്ര നിലവാരത്തിൽ പിണറായി വിജയൻ ഗവൺമെൻറ് വന്നതിന് ശേഷം ഞാൻ MLA അന്വേഷണം ചെയ്തു കഴിഞ്ഞു. അവിടെ വരുന്ന ഭക്തർ കുളിക്കുന്ന സ്ഥലമുണ്ട് പമ്പയാറിൻ്റെ സൈഡിൽ. എത്ര സുരക്ഷിതത്വം ഉറപ്പുവരുത്തി എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുത്തു. ഇതൊന്നും ഈ നാട്ടിലെ ഭക്തജനങ്ങൾ നേരിട്ട് കാണുന്നുണ്ട്, അവർക്കത് മനസ്സിലാവും. എന്താണ് കേന്ദ്ര ഗവൺമെൻറ് 1 രൂപയുടെ സഹായം ശബരിമലയ്ക്ക് തന്നോ? ഇവരങ്ങ് വാചപടിക്കുകയാണല്ലോ. ഇന്നലെ അവിടെ എന്തോ ഒരു പ്രസംഗമായിരുന്നു. ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ അക്കമിട്ട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ ഏറ്റവും വലിയ വികസനത്തിൻ്റെ കേന്ദ്രമാക്കി മാറ്റാൻ ഇവർ 1000 കോടി പ്രഖ്യാപിച്ചു. ആദ്യം 700 കോടി പ്രഖ്യാപിച്ചു, 500 കോടി പ്രഖ്യാപിച്ചു, ഇപ്പോൾ ഏറ്റവും അവസാനം പറയുന്നത് 50 കോടിയാണ്. 1 രൂപയുടെ നല്ലൊരു ടോയ്ലറ്റ് അവിടെ പണിതിട്ടുണ്ടോ? ഈ ലക്ഷക്കണക്കിന് ശബരിമല ഭക്തന്മാരോട് ഇത്ര സ്നേഹമുള്ളവരെന്താ? BJPയുടെ സംസ്ഥാന നേതാക്കന്മാർ, കേന്ദ്രമന്ത്രിമാരായിരിക്കുന്നവരെന്താണ് അവിടെ ഒരു ടോയ്ലറ്റ് അല്ല പണിത് കൊടുക്കാത്തത്? ശബരിമലയിലേക്ക് പോകുന്ന ഏതെങ്കിലും ഒരു റോഡ് കേന്ദ്ര ഗവൺമെൻറ് 10 പൈസ കൊടുത്തിട്ടുണ്ടോ? ശബരിമലയുടെ വികസനത്തിന് വേണ്ടി 10 പൈസ കൊടുത്തിട്ടുണ്ടോ? എന്താണ് BJPയുടെ കേന്ദ്ര ഗവൺമെൻറ് ചെയ്തിട്ടുള്ളത്? സംസ്ഥാന ഗവൺമെൻറ് ചെയ്ത കാര്യങ്ങൾ ഒന്ന് നിങ്ങൾ അംഗീകരിക്കുക. 1250 1300 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാൻ കേരള സംസ്ഥാനത്ത് ഈ ഗവൺമെൻറ് കഴിഞ്ഞ 2 മാസം കൂടി ക്യാബിനറ്റ് അംഗീകരിച്ചു. സംസ്ഥാന ഗവൺമെൻറ് അവിടെ ഒരു മാസ്റ്റർ പ്ലാൻ നടപ്പാക്കാൻ പോകുന്നു. ആ നടപ്പാക്കുമ്പോൾ വിശദമായ ചർച്ച വേണം. ഇതേ ഞങ്ങൾ ആഗ്രഹിച്ചുള്ളൂ. അല്ലാതെ ശബരിമല ഏതെങ്കിലും ഒരു വിശ്വാസത്തെ ചോദ്യം ചെയ്യുകയോ വിശ്വാസത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയം നടത്താനോ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അത് എല്ലാവരുമായി ചർച്ച ചെയ്യണം. അതിൻ്റെ 75-ാം വാർഷികം, ദേവസ്വം ബോർഡിൻ്റെ 75-ാം വാർഷികം ബന്ധപ്പെട്ട് ഒരു സംഗമം സംഘടിപ്പിച്ചു. ആ മേഖലയിലുള്ള വിവിധ രാജ്യങ്ങളിലുള്ള ആളുകളുമായി ചർച്ച ചെയ്തു, ഭക്തരുമായി ചർച്ച ചെയ്തു. ഇനി കൂടുതൽ ചർച്ച ആവശ്യമാണ്. എന്തിനാണ് ഇവർ വിരളി പൂളുന്നത്? ഇന്നലെ പന്തളത്ത് നടത്തിയ ഒരു സംഗമം, ആ സംഗമത്തിലെ പ്രസംഗങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. കേരളത്തിൽ ഇത്രമാത്രം വർഗീയത വളർത്താൻ താല്പര്യപൂർവ്വം, അതുകൂടി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടിയുള്ള ചില പ്രസംഗങ്ങളല്ലേ ഇന്നലെ നടന്നത്? ചെറിയ കാര്യമാണോ അവിടെ സംഭവിച്ചത്? പ്രസംഗിക്കുന്നതിനൊന്നും ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അവിടെ പ്രസംഗിക്കുക, ശബരിമലയുടെ നന്മയ്ക്ക് വേണ്ടി അവിടെ ഒരു സംഗമം നടത്തുകയും പ്രസംഗിക്കുന്നത് ഞങ്ങളില്ല. പിണറായി വിജയനെ മോശപ്പെടുത്തിയും ഗവൺമെൻറ്റിനെ മോശപ്പെടുത്തിയും പക്ക രാഷ്ട്രീയമല്ലേ പറഞ്ഞത്. അവിടെ സംഘടിപ്പിച്ച യഥാർത്ഥ ഭക്തന്മാരുടെ സംഗമമായിരുന്നെങ്കിൽ എന്തിനാണ് രാഷ്ട്രീയം പറയുന്നത്? ശബരിമലയുടെ വികസനത്തിൽ ഞങ്ങൾ എന്തെങ്കിലും കുറവ് കാണിച്ചിട്ടുണ്ടോ അത് പറഞ്ഞാൽ പോരെ, അത് പരിഹരിക്കണമെന്ന് പറഞ്ഞാൽ പോരെ. അപ്പോൾ അവിടെ നടന്ന ഭക്തരുടെ സംഗമമൊന്നുമല്ല, അവിടെ BJPയുടെ സംഘമാണെന്ന്. BJPയുടെ സംഘപരിവാറിനെ സംഗമം നടത്തിയിട്ട് കുറേ ആളുകളെ വിളിച്ചിട്ട് ഗവൺമെൻറ്റിനെ ആക്ഷേപിച്ചു, സംസാരിച്ചു. ഇതല്ലേ വസ്തുവാണെന്ന്.
UDF പിന്നെ സംഗമം നടത്താൻ ആളിനെ കിട്ടാത്തതുകൊണ്ട് നടത്താതെ പിരിഞ്ഞു. അതാണ് വസ്തുത. സംഗമം നടത്താനൊന്നും UDF ആരും കിട്ടത്തില്ല. കേരളത്തിലെ ജനങ്ങളൊന്നും UDF പറഞ്ഞാലൊന്നും പോകത്തില്ല. ശബരിമല അയ്യപ്പനെ ഉപയോഗിച്ച് രാഷ്ട്രീയം കളിക്കാനാണ് UDF BJP കേരളത്തിൽ ശ്രമിച്ചതെങ്കിൽ അത് പരാജയപ്പെട്ടു. അത് പരാജയപ്പെട്ടെന്ന് മാത്രമല്ല, ശബരിമലയുടെ യഥാർത്ഥ ഭക്തന്മാർ, വിശ്വാസികൾ ആരാണെന്ന് ഈ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അവരെ ഞങ്ങൾ വിളിച്ചു വരുത്തി ചർച്ച ചെയ്ത് വലിയൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നു. ഒപ്പം അവിടെ റോപ്പ് വേ വരുന്നു, അവിടെ പിന്നെ റെയിൽ വരാനുള്ള സാമ്പത്തിക സഹായം 50% സ്റ്റേറ്റ് കൊടുക്കല്ലേ. ശബരി റെയിലിന് എന്താണ് കേന്ദ്ര ഗവൺമെൻറ് ഇതുവരെ പൈസ കൊടുക്കാത്തത്? ഞാൻ പറഞ്ഞത് ഇവർക്ക് ശബരിമലയുടെ സ്നേഹം ഉണ്ടെങ്കിൽ ഇവർ ഈ 10-11 വർഷം ഇന്ത്യ ഭരിക്കല്ലേ. എന്താണ് ശബരിമലയിലേക്ക് വരുന്ന ശബരി റെയിലിന് ഇവർ പൂർണ്ണമായും പണം കൊടുക്കാത്തത്? എന്താ ചെങ്ങന്നൂരിൽ നിന്ന് ശബരിമലയ്ക്ക് ഒരു റെയിൽ പിന്നെ വിഭാവനം ചെയ്തല്ലോ, എന്താ അതിന് പൈസ കൊടുക്കാത്തത്? അപ്പോൾ ഇതൊക്കെ ചുമ്മാതെ ഭക്തിയുടെ മറവിൽ രാഷ്ട്രീയമായ പിന്നെ എന്താ പറയുക താല്പര്യങ്ങൾ സംരക്ഷിക്കാനും വോട്ട് കിട്ടാനും വേണ്ടി നടത്തുന്ന പരിപാടികൾ മാത്രമാണ്. അതൊന്നും കേരളത്തിൽ ഇനിയും വിലപ്പോവില്ല. ഇവിടുത്തെ ജനങ്ങൾക്ക് കൃത്യമായ ഗവൺമെൻറ് നിലപാട്. ഞങ്ങൾ ശബരിമലയെ സ്നേഹിക്കുന്നു. എല്ലാ ക്ഷേത്ര വിശ്വാസികളോടൊപ്പമാണ് ഞങ്ങൾ എല്ലാ ക്ഷേത്രങ്ങളും ഇവിടെ വളരണമെന്ന് ആഗ്രഹിക്കുന്നു. എല്ലാ ആരാധനാലയങ്ങളും അത് ഭൂരിപക്ഷത്തിൻ്റെ ആണ് ന്യൂനപക്ഷമാണെങ്കിൽ അവരുടെ വിശ്വാസ കേന്ദ്രങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എല്ലാ വിശ്വാസത്തെയും ബഹുമാനിക്കുന്നവരാണ്. ആ അടിസ്ഥാനത്തിൽ ശബരിമല എന്നത് ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാനാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. അതിനോടൊപ്പം ഭക്തജനങ്ങൾ സഞ്ചരിക്കുന്നു. അതിനകത്ത് വിരളി മൂടിയിട്ട് ആക്ഷേപം പറയുന്നതിനപ്പുറത്തേക്കായിട്ട് ഇതിനെ നോക്കുകയേ വേണ്ട. ഈ പറയുന്നവരോടൊന്നും ഭക്തജനം ഉണ്ടാകില്ല. ഇന്നലെ അവിടെ കുറേ രാഷ്ട്രീയക്കാരവിടെ പങ്കെടുത്തിട്ടുണ്ട്, BJPക്കാരവിടെ പങ്കെടുത്ത് ഇതൊക്കെ അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു ഭക്തിയുള്ള ആളല്ല അവിടെ വന്നത്. ഭക്തരല്ലാത്തവരെ വിളിച്ചിരുത്തി ഗവൺമെൻറ്റിനെ ആക്ഷേപിക്കാനുള്ള ഒരു സമ്മേളനം സംഘടിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് ഒന്നും കാണേണ്ട കാര്യമില്ല. മാസ്റ്റർ പ്ലാൻ നടപ്പാക്കി ശബരിമലയെ ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായി മാറ്റാനുള്ള നിലപാട് ഗവൺമെൻറ് വ്യക്തമായി കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഞങ്ങൾ നീങ്ങുകയാണ്.